എൻ്റെ പേര് ഡോക്ടർ രജനി. ഞാൻ കൊടുങ്ങല്ലൂരിനാണ്. ഞാനിത് യാദൃശ്ചികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അപ്പൊ എനിക്ക് തോന്നി, ശരി, നമ്മുടെ വീട്ടിലെ ഫുഡും കഴിച്ച് വളരെ മിനിമം എക്സസൈസും ചെയ്ത് എങ്ങനെ വെയിറ്റ് കുറയ്ക്കും, ഒരു ക്യൂരിയോസിറ്റി കാരണം ഒന്ന് കയറി. അതിന് ശേഷമാണ് ഞാൻ ഹാൻസുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ഒരുപാട് ഇതുപോലത്തെ വർക്ക്ഔട്ട്സും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് അകക്കുളമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു ഇതും അത് തന്നെ ആയിരിക്കും എന്ന് വെച്ചോണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ വർക്കൗട്ടിന് ജോയിൻ ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചത് നടക്കില്ല, എന്നെ കൊണ്ട് ഇതാവില്ല, ഇതും പഴയതുപോലെ തന്നെ ഞാൻ കിടപ്പാവുന്ന വിഷയം തന്നെയാണ്. ബട്ട് ഓൺ ദ കോൺട്രറി, എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഡേ തന്നെ 15 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യിച്ചു. അപ്പൊ എന്നെ അത് അതിശയിപ്പിച്ചേ, 15 മിനിറ്റ് വർക്കൗട്ട് ചെയ്താൽ വണ്ണം കുറയുമോ എന്നാണ് എനിക്ക്. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ ആസ് യൂഷ്വൽ പോലെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എനിക്ക് അത് ജോയിൻ ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ എനിക്ക് സ്പോണ്ടിലോസിസ് ഉണ്ട്, PCOS ഉണ്ട്, അല്ലാതെ കുറച്ച് നെർവ് ഇഞ്ചുറീസ് ഉണ്ട്. കൈക്ക് ഒരു നെർവ് ഇഞ്ചുറി ഉണ്ട്, അത് കൂടാതെ ബാക്കിന് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ ഇതിന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടാണ് ഞാൻ ഇതിന് ജോയിൻ ചെയ്തത്. അപ്പോഴും ഹാൻഡ്സ് വളരെ കൂളായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് ഡേ 15 മിനിറ്റ്സ് എടുത്തുള്ളൂ. പിന്നെ വീട്ടിലെ തന്നെ ഫുഡ് കഴിച്ചോളാൻ പെർമിഷൻ. അപ്പൊ എന്റെ ഇഷ്ടം എന്താണോ, ഞാൻ എന്തൊക്കെയാണോ കഴിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ഒരു ഡയറ്റ് തന്നു എനിക്ക്. അപ്പോ ഇറ്റ് വാസ് ഓക്കെ ഫോർ ദ ഫസ്റ്റ് ടൈം. പിന്നെ എനിക്ക് എപ്പോഴത്തെ ഒരു ടെൻഷൻ അതാണ്, നമ്മളിപ്പോ ഏതൊരു ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക്ഔട്ട് പ്ലാൻസിൽ ജോയിൻ ചെയ്താൽ അവര് എപ്പോഴും മോണിറ്റർ ചെയ്യുമ്പോൾ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ടെൻഷനാണ്, എനിക്ക് മാത്രം വെയിറ്റ് കുറയുന്നില്ലേ എന്നുള്ളത്. സോ എനിക്ക് എപ്പോഴും ഹാൻസിന്റെ ഒരു എൻകറേജ്മെന്റ് ഉണ്ടായിരുന്നു അവിടെ, ഡോണ്ട് വറി, വെയിറ്റ് കുറയണ്ട, നമുക്ക് ഫാറ്റ് ലോസ് മതി എന്നുള്ളത്. അത് ഉണ്ടാവുന്നുണ്ട്, കുറച്ചായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഭയങ്കര റിലാക്സേഷൻ ആയി സത്യത്തിൽ. അപ്പൊ ഇത്രയും ഹെൽത്ത് പ്രോബ്ലംസ് വെച്ച് എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതായിരുന്നു. അതിന് എനിക്ക് ഒട്ടും സമയമില്ല. ഞാനൊരു സിംഗിൾ പേരന്റ് ആണ്, 2 കുട്ടികളുണ്ട്. അവർ രണ്ടുപേരും ബോർഡ്സിന് അപ്പിയർ ചെയ്യുന്ന വർഷമാണിത്. അപ്പം ആകെ ഒരു ഹെക്ടിക് ഷെഡ്യൂളിൽ ഓടുന്ന ആളാണ്. എന്നോട് 15 മിനിറ്റ് വർക്കൗട്ട് മതി, അതും വീക്ക്ലി ത്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യമല്ല. അത് ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ വെച്ചാൽ. കാരണം നമ്മൾ ഏത് വർക്ക് പ്ലാൻസിൽ ഇപ്പൊ ഹെൽത്തിഫൈ അങ്ങനത്തെ എന്തിൽ ജോയിൻ ചെയ്താലും ഡെയിലി വർക്കൗട്ട് ചെയ്യണം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, 4-5 ലിറ്റർ വെള്ളം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നുമില്ല. എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു കേട്ടപ്പോൾ തന്നെ പകുതി ടെൻഷൻ കുറഞ്ഞു. ആ ടെൻഷൻ കുറഞ്ഞതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ ഞാൻ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ആയിട്ട് നിന്നത്. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ കടന്ന് പിന്നോട്ട് പോകുന്നത് കണ്ടാൽ എന്നെ പുഷ് ചെയ്യും. മാഡം ഇപ്പൊ നമ്മുടെ ഒരു 90 ദിവസത്തെ പ്രോഗ്രാമിനകത്തായിരുന്നു. ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ രീതിയിലാണോ മാഡത്തിന് എന്തെങ്കിലും ചേഞ്ചസ് കിട്ടിയിട്ടുള്ളത്? തീർച്ചയായിട്ടും. ഞാൻ പലരോടും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് ഇങ്ങനെ ഒരു വർക്കൗട്ട് പ്രോഗ്രാമിൽ ഞാൻ ഉണ്ട്, എനിക്കത് ഒരുപാട് ഇഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറയുണ്ടായി. എന്നിട്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ഇന്നത്തെ ഒരു ഫാസ്റ്റ് പേസ് ലൈഫിൽ ഇത്രയും വർക്കൗട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ആണ്. ഇപ്പൊ എന്റെ സമയം അനുസരിച്ച് ഹാൻഡ്സ് വേറൊരു ക്ലാസ്സും കൂടെ, ഒരു ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സോ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് ക്ലാസ്സസ് കിട്ടുന്നു. അതും 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് മാക്സിമം മതി വർക്കൗട്ട്. ബാക്കി നമ്മുടെ ഫുഡ്, നമ്മുടെ ഡെയിലി ഒരു ദിനചര്യ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇന്നത്തെ ഫാസ്റ്റ് പേസ് ലൈഫിലെ എല്ലാ പ്രൊഫഷണൽസിനും ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി റെക്കമെൻഡബിൾ. താങ്ക് യു മാഡം. മാഡത്തിന്റെ എന്താണ് ഫൈനലി അടുത്ത ഒരു 3 തൊട്ട് 6 മാസത്തിന്റെ ഗോൾ എന്താണ് ശരിക്കും ഹെൽത്ത് സംബന്ധിച്ച്? എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം, അതാണ് മെയിൻ തിങ്. അത് കഴിഞ്ഞ് ബാക്കി എനിക്ക് തോന്നുന്നത്, ആസ് യു സെഡ്, ഇതൊക്കെ ശരിയാവുമ്പോ വെയിറ്റ് ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ എന്റെ ബാക്കി മാർക്കേഴ്സ് ഒക്കെ കറക്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. സോ അതാണ് ലക്ഷ്യം, അറ്റ്ലീസ്റ്റ് ഒരു 5 kg കുറയ്ക്കണം എന്നുള്ളത്. നമ്മുടെ ഒരു കളക്റ്റീവ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മാഡത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി ഇച്ചിരി കൂടെ ബെറ്റർ ആക്കുന്നത്. കാരണം ഒരു തവണ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയെങ്കിൽ ഫാറ്റ് ലോസും വെയിറ്റ് ലോസും ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്.